അപ്പുറത്തേക്ക് ചെല്ലുക. മിണ്ടാനറിയാത്ത മക്കൾ നിൽക്കുന്നുണ്ട്. ആംഗ്യ ഭാഷയിലൂടെ കേൾക്കാനും മിണ്ടാനും ഒക്കെ അറിയാത്ത ആളുകൾ അവിടുന്ന് ആംഗ്യ ഭാഷയിലൂടെ സംവദിക്കുകയാണ്. പക്ഷേ അവരുടെ സംവാദങ്ങൾ ഏതോ തെരുവിലേക്ക് യാചകരായി പോയിരുന്നെങ്കിൽ അവർ ആരാലോ ഉപയോഗിക്കപ്പെടുന്ന ഉൽപ്പന്നങ്ങളായി മാറുമായിരുന്നു. ഒരുപാട് മിണ്ടാപ്രാണികൾ തോന്നിവാസികളുടെ ഇരകളായി മാറിയിട്ടുണ്ട്. തെരുവിൻ്റെ മക്കളായി ജീവിതം ഹോമിക്കപ്പെട്ടു പോയവരുണ്ട്. കാലം അവരെ ആരെയും തിരിച്ചു നോക്കിയില്ല. ഒരുപാട് കെട്ടിടങ്ങളും മാളികകളും ഉയർത്തിയ വിദ്യാഭ്യാസ വിപ്ലവത്തിൻ്റെ സമരമുറകൾ ഉയർത്തിയവരുണ്ടാകാം. പക്ഷേ പാർശ്വവൽക്കരിക്കപ്പെട്ട അംഗവൈകല്യമുള്ളവരെ കണ്ടറിയാൻ പല ആളുകൾക്കും കഴിയാതെ പോയി. അപ്പോഴാണ് ഇവരുടെ ആംഗ്യഭാഷ പോലും ആത്മീയതയുടെ നിറധരിയാക്കി മാറ്റി കൃത്യമായി നിസ്കാരവും ശിക്ഷണവും അതുപോലെ ആത്മീയമായ ബോധമുള്ളവരാക്കി മാറ്റിക്കൊണ്ടുവരാൻ മഅദിൻ വിദ്യാലയത്തിലേക്ക്, ബധിരമൂക വിദ്യാലയത്തിലേക്ക് വന്ന മക്കളെ ഏറ്റെടുത്തുകൊണ്ട് ആവശ്യമായ ശിക്ഷണം നൽകുകയാണ്. അള്ളാഹു നൽകിയ അനുഗ്രഹത്തിൻ്റെ കവാടങ്ങളെ ഹൃദയത്തിലേക്ക് ഏറ്റുവാങ്ങി ഹൃദയഭേദകമായ രംഗങ്ങൾ കണ്ടുകൊണ്ട് പോകുമ്പോഴാണ് അപ്പുറത്ത് മെൻ്റലി ബാക്ക്വേർഡായ കുറച്ചാളുകളെ കാണാൻ കഴിയുന്നത്. മഅദിൻ എന്ന മഹാസമുച്ചയത്തെ അറിയാൻ സ്വലാത്തിൻ്റെ നഗരിയിൽ പാരാവാരം പോലെ പടർന്നു കിടക്കുന്ന ജനസമുച്ചയത്തെ മാത്രം കണ്ടുപോകുമ്പോൾ ഇതിൻ്റെ പിന്നാമ്പുറത്ത് നിന്ന് ഇതിൻ്റെ തണലനുഭവിക്കുന്ന മന്ദബുദ്ധികളായ അല്ലെങ്കിൽ ബുദ്ധിപരമായി പിന്നാക്കമുള്ള മക്കളുടെ അവസ്ഥ ഈ സ്വലാത്ത് നഗരിയിലേക്ക് വരുന്നവർ പലപ്പോഴും കാണാറില്ല. റോഡിൻ്റെ അപ്പുറത്തതാ തിരികൊള്ളുന്ന അന്ധമൂക ബധിര വിദ്യാലയങ്ങളിലെ അന്തേവാസികളായ മക്കളുടെ ഗതിവിഗതികൾ നമുക്ക് ചിലപ്പോൾ അറിയാൻ കഴിയുന്നില്ല. പാരാവാര സമാനമായ മനുഷ്യ സാമ്രാജ്യത്തിൻ്റെ നടുവിൽ ആത്മീയതയുടെ അമരക്കാരൻ അസ്സയ്യിദ് ഇബ്രാഹിമുൽ ഖലീലുൽ ബുഖാരി തങ്ങൾ നിൽക്കുമ്പോൾ ഈ സ്വലാത്തിൻ്റെ നഗരി മാത്രമാണ് ഇവിടെ പാകപ്പെട്ടതെന്ന് ചിലപ്പോൾ മനസ്സിലായി പോകും. എല്ലാ പിന്നാമ്പുരങ്ങളിലും ഗിരിശൃംഖങ്ങളിലും ഉയർന്നു നിൽക്കുന്ന വൈജ്ഞാനിക നികേതനങ്ങളുടെ മഹനീയമായൊരു സമുച്ചയത്തെയും ഒരു സാമ്രാജ്യത്തെയും നയിച്ചുകൊണ്ടാണ് കാലത്തെ കീഴടക്കാൻ യോഗ്യനായ മഹാനായ പണ്ഡിത ശ്രേഷ്ഠർ അവിടുത്തെ ദ്രുതചലനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് മഹനീയമായ മലപ്പുറത്തിൻ്റെ പഴയകാല പൈതൃകത്തിൻ്റെ ഭൂമിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള മഹത്തായ ശ്രമത്തിൻ്റെ ഭാഗമാണ്. ഇന്നലകളിൽ മലപ്പുറത്ത് ഷഹീദായി വീണ മഹാന്മാരായ ശുഹദാക്കൾ കൊതിച്ചിട്ടുണ്ടാകണം. ഇവിടെ മനോഹരമായൊരു പള്ളിയിൽ നിന്ന് അള്ളാഹുവിന് വേണ്ടി ആരാധിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകീർത്തനങ്ങൾ ഉയരുകയും ചെയ്യുന്ന കേരളത്തിലെ സുമോഹനവും മനോഹരവുമായൊരു പള്ളി ഞങ്ങളുടെ ചാരത്ത് മലപ്പുറത്തിൻ്റെ മണ്ണിൽ വരണമെന്ന് അവരാഗ്രഹിച്ചിട്ടുണ്ടാകണം. ഒരോലക്കൊടിക്ക് വേണ്ടി സമരം ചെയ്യാൻ ഇറങ്ങിയപ്പോഴും അള്ളാഹുവിൻ്റെ പവിത്രമായ വീടായിരുന്നു അവർ സ്വപ്നം കണ്ടത്. നാം മനസ്സിലാക്കേണ്ടത് അത് കാലോചിതമായി ഏറ്റെടുത്ത ദൗത്യം നിർവഹിച്ച് മലപ്പുറം ശുഹദാക്കളുടെ സ്വപ്നം പൂവണിയിക്കാൻ കാലം ദാനമായി സമ്മാനമായി നൽകിയ അഹ്ലുബൈത്തിന്റെ പൊന്നോമന പുത്രനാണ് ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്രാഹിമുൽ ഖലീലുൽ ബുഖാരി തങ്ങൾ. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സു നൽകുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെയതാ മെന്റലി ബാക്ക്വേർഡായ കുട്ടികളുടെ അടുക്കലേക്ക് ചെല്ലുമ്പോഴാണ് കുടുംബങ്ങളിൽ പോലും അവഗണിക്കപ്പെട്ട മക്കൾ, 100ഓളം വരുന്ന മെന്റലി ബാക്ക്വേർഡായ പാവപ്പെട്ട മക്കളെ മഅദിൻ 2 കൈയും നീട്ടി ഏറ്റെടുക്കുകയാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കാം, അവരെ പഠിപ്പിച്ച് ഈ സ്ഥാപനത്തിന്റെ സേവകരാക്കാൻ കഴിയണമെന്നില്ല. ഭൂരിപക്ഷവും അങ്ങനെ പ്രതീക്ഷിക്കപ്പെടേണ്ടതല്ല. വാപ്പയും ഉമ്മയും ഒക്കെ ഒരു മകൻ മന്ദബുദ്ധിയായാൽ ആരുമറിയാതെ വീട്ടിൽ തളച്ചിടണമെന്ന് വിചാരിക്കുന്നവരുണ്ട്. അപകടകരമായി പട്ടിക്കൂട്ടിൽ കെട്ടിയിട്ടിട്ട് സാമൂഹ്യ സേവകന്മാർ കടന്നു ചെന്നിട്ട് രക്ഷ കൊടുത്തവരുണ്ട്. ഇന്നും സൂര്യന്റെ വെളിച്ചം കിട്ടാതെ അടച്ചു കൂട്ടപ്പെട്ട മുറികളിൽ കിടക്കുന്ന പാവപ്പെട്ടവരുണ്ട്. ഇല്ല, ഇവരെ ഏറ്റെടുക്കേണ്ടതുണ്ട്. ഇവരാണ് നാളെ സ്വർഗത്തിൽ ആദ്യമേ കിടക്കുന്നവർ. അവർക്ക് വിവേകത്തിന്റെ വിവേകശൂന്യതകളില്ല, അവർക്ക് ബോധത്തിന്റെ അരുതായ്മകളില്ല. അവർ ഈ ലോകമറിയാതെ ജീവിക്കുന്നവർ. നമ്മെപ്പോലെ വിവേകം കിട്ടിയിട്ട് തെറ്റുകൾ ചെയ്യുന്നവരല്ല, നമ്മെപ്പോലെ അവസരം കിട്ടിയിട്ട് തോന്നിവാസങ്ങൾ ചെയ്യുന്നവരല്ല. അങ്ങനെ പാവപ്പെട്ട ബുദ്ധിപരമായി പിന്നാക്കം നിൽക്കുന്ന പ്രിയപ്പെട്ട മക്കളെ ഏറ്റെടുത്തു കൊണ്ടുവന്നു. നാളെ ഈ സ്ഥാപനത്തിന്റെ സേവകന്മാരോ ഓർഗനൈസർമാരോ ആകാനല്ല, അവർക്ക് വേണ്ടി സംരക്ഷിക്കുകയാണ്. എന്തിനു വേണ്ടി എന്ന് ചോദിക്കുമ്പോ അന്ത ഉമ്മുൻ അമ്മബൂ മാറായിനാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി.
ഫൈദാ റഹിംത ഫഅൻത ഉമ്മുൻ അമ്മബു ആദാനി ഫിദ്ദുനിയാ ഹുമർ റുഹമാഉ. അല്ലയോ പ്രിയപ്പെട്ട നബിയെ, അവിടുന്ന് കാരുണ്യം ചെയ്യുമ്പോൾ അവിടുന്ന് വാപ്പയും ഉമ്മയുമാണെന്ന് തോന്നിപ്പോകും. ഹാദാനി ഫിദ്ദുനിയാ ഹുമർ റുഹമാഉ, അവരല്ലേ ഈ ലോകത്ത് നമുക്ക് കാരുണ്യത്തിന്റെ വിരിപ്പുകൾ വിരിച്ചു തരുന്നത്. എന്നാൽ ആ കവിതയേക്കാൾ വളരെ മനോഹരമാണ് കേരളത്തിന്റെ മണ്ണിലിരുന്ന് മഖ്ദൂം തങ്ങൾ നെയ്തെടുത്ത കവിത. അന്ത ഉമ്മുൻ അമ്മബൂ, ഉമ്മയോ അമ്പാപ്പയോ തങ്ങളെക്കാൾ ഞങ്ങളിൽ ശ്രേഷ്ഠരും അല്ല നബി. സ്വന്തം വാപ്പായും ഉമ്മായും ഏറ്റെടുക്കാൻ കഴിയാത്ത, സ്വന്തം വാപ്പാക്കും ഉമ്മാക്കും കൊടുക്കാൻ പറ്റാത്ത സ്നേഹതാരല്യങ്ങൾ, അവധി ദിവസങ്ങളിൽ പോലും കൂട്ടിക്കൊണ്ടുപോകാൻ രക്ഷിതാക്കളില്ലാത്ത മക്കളെയാണ് ലോകത്തിന് മുഴുവനും കാരുണ്യമായ പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൊന്നുമോൻ ഇവിടെ ഏറ്റെടുത്തിട്ട് ആത്മീയ ചക്രവാളത്തിന്റെ അമരത്തിരുന്ന് സാമൂഹിക അംഗീകാരത്തിന്റെ തേരിൽ മുന്നോട്ട് പോകുമ്പോഴും പാവപ്പെട്ടവന്റെ കണ്ണീരൊപ്പാനിറങ്ങിയ സയ്യിദ് അവറുകളുടെ കാരുണ്യത്തിന്റെ കരസ്പർശം കൊണ്ട് സമാധാനം അനുഭവിക്കുന്നവർ, അവിടുത്തെ പ്രാർത്ഥനയുടെയും പ്രവർത്തനത്തിൻ്റെയും ഫലമായി നിരവധി മക്കൾ ബുദ്ധിപരമായി മുന്നോക്കം വന്നവരുണ്ട്, ബുദ്ധിപരമായി കുറച്ചൊക്കെ ഫോർവേഡായവരുണ്ട്, ആക്രമണ സ്വഭാവത്തിൽ നിന്ന് മാറി വന്നവരുണ്ട്, നിർമ്മാണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി കൈത്തൊഴിലുകളിലേക്ക് വരെ ഇടപെടുന്ന വിധത്തിലേക്ക് ആ മക്കളെ പാകപ്പെടുത്തിക്കൊണ്ടുവരാൻ മഅദിനിൻ്റെ ബുദ്ധിമാന്യ പരിചരണ കേന്ദ്രത്തിന് സാധിക്കുന്നുണ്ട്. അതെല്ലാം ഉന്നത സ്ഥാപന സമുച്ചയമായി വളർന്നു വരാൻ കാലം കാത്തിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ് 26 സ്ഥാപന സേവന പരിചരണ വിഭാഗങ്ങളുമായി മുന്നോട്ട് പോകുന്ന മഅദിൻ ഏകദേശം 13,500ഓളം വരുന്ന മക്കളെയാണ് അവർക്ക് വിജ്ഞാനവും അവർക്ക് ആവശ്യമായ ആത്മീയ ബോധവുമെല്ലാം കൊടുത്ത് ഈ സ്ഥാപനം പരിചരിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇന്നലകളിൽ ഒരു സ്വലാത്തിന്റെ നേതൃത്വം കൊടുത്ത സയ്യിദ് അവറുകളല്ല ഇന്ന് വിദേശ രാജ്യങ്ങളിൽ അംഗീകാരത്തിന്റെ വിരിപ്പുകളാൽ സ്വീകരിക്കപ്പെടുന്ന നേതാവ്. ഈ മഅദിനെന്ന് പറയുന്ന മലപ്പുറത്തിന്റെ ഗിരിശൃംഗത്തിൽ ഉയർന്നു നിൽക്കുന്ന സ്ഥാപനത്തിന് അംഗീകാരത്തിന്റെ സമ്മതപത്രം കൊടുക്കുവാൻ ലോകപ്രസിദ്ധമായ KL-ലെ മലേഷ്യയിലെ ഇന്റർനാഷണൽ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി 2 കൈയും നീട്ടി സ്വീകരിച്ചത് സയ്യിദ് അവറുകളുടെ സേവനത്തെയും ഈ സ്ഥാപനത്തിന്റെ പ്രവർത്തനത്തെയും കണ്ടറിഞ്ഞുകൊണ്ടാണ്. അൽഹംദുലില്ലാഹ് ഈ സമുദായത്തിന്റെ മുച്ചൂടമുള്ള മുന്നോട്ട് പോക്കിനെയാണ് ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ സ്വപ്നം കണ്ടത്. പ്രവാസത്തിന്റെ പ്രയാസത്തിനിടയിൽ വിദേശ രാജ്യത്ത് പോയി കഷ്ടപ്പെടുന്നവൻ ഭാഷയറിയാത്തതിൻ്റെ പേരിൽ വേദനിക്കുന്നുണ്ട്. അത് പാടില്ല. നമ്മുടെ മക്കളും സഹോദരങ്ങളും പ്രവാസ ജീവിതത്തിൻ്റെ അധ്വാനത്തിനിടയിൽ അഭിമാനകരമായ ജോലി ചെയ്യാൻ അവർക്ക് കമ്മ്യൂണിക്കേഷൻ പ്രയാസമുണ്ടാകാൻ പാടില്ല. അങ്ങനെയാണ് മഅദിൻ ലാംഗ്വേജ് അക്കാദമിയിലൂടെ നൂറുകണക്കിന് ആളുകൾക്ക് ആംഗലേയ ഭാഷ കൈകാര്യം ചെയ്യുവാനും അവർക്ക് വിദേശ രാജ്യത്തുള്ള ജോലി സാധ്യതകളെ ഉപയോഗപ്പെടുത്താനും വളരെ വിജയകരമായ ബാച്ചുകളിലൂടെ ലാംഗ്വേജ് അക്കാദമി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോഴാണ് പോളിടെക്നിക്കിൻ്റെയും ITC-യുടെയും രംഗത്തേക്ക് ഈ സമൂഹത്തിൻ്റെ മക്കൾ ക്രിയാത്മകമായ നിർമ്മാണ പ്രവർത്തനങ്ങളിലും ജോലി സാധ്യതകളിലും കടന്നു വരണമെന്ന് ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ കണ്ടറിയുകയാണ്. കാലത്തെ പണിയാനുള്ള ഋഷിവര്യന്മാരായ മഹാന്മാർക്ക് ലോകത്തിൻ്റെയും കാലത്തിൻ്റെയും സ്വരഭേദങ്ങളെ കണ്ടറിയാനും ആവശ്യമായ കാൽവെപ്പുകൾ നടത്താനും നാഥനായ അല്ലാഹു തആല അനുഗ്രഹത്തിൻ്റെ തീർത്ഥം കൊടുക്കുകയാണ്. എവിടെയാണ് ഈ സമൂഹം അവിടുന്ന് വിഷമം അനുഭവിക്കുന്നതെന്ന് കണ്ടറിയുകയും അവരുടെ സ്പന്ദനത്തിന് ആക്കം കൂട്ടുകയും ചെയ്ത് ലോകത്തിൻ്റെ മുഖ്യധാരയിലേക്ക് മുസ്ലിം ഉമ്മത്തിനെ എത്തിക്കുക എന്ന മഹത്തായ ലക്ഷ്യമാണ് ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ അവിടുത്തെ ലാംഗ്വേജ് അക്കാദമിയിലൂടെയും മോഡൽ അക്കാദമിയിലൂടെയും ദഅ്വാ കോളേജിലൂടെയും ITC-യിലൂടെയും അതുപോലെ തന്നെ പോളിടെക്നിക്കിലൂടെയുമെല്ലാം കോടിക്കണക്കിന് ബാധ്യതകളെ ആത്മധൈര്യത്തിൻ്റെയും ആത്മീയ ബോധത്തിൻ്റെയും പിൻബലം കൊണ്ട് മാത്രം ഏറ്റെടുക്കുകയും നിർമ്മാണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി ഈ സമൂഹത്തെ മുന്നോട്ട് നയിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് കാലത്തെ തിരുത്തി എഴുതുവാനുള്ള വൈജ്ഞാനിക വിപ്ലവത്തിൻ്റെ മുഖ്യധാരയിലേക്ക് മഅദിനിൻ്റെ പബ്ലിക് സ്കൂൾ കടന്നു വരുമ്പോൾ 25ഓളം വരുന്ന മേലാളന്മാരുടെ വിദ്യാനികേതനുകൾ മറുഭാഗത്ത് മാറി നിൽക്കുമ്പോൾ ആത്മീയതയുടെ ശിക്ഷണ വഴിയിലൂടെ ഒരുപാട് മക്കളുടെ നിർമ്മലമായ ഹൃദയങ്ങളിൽ ധർമ്മത്തിൻ്റെ ബോധം സ്ഥാപിച്ചെടുക്കാനും
മാതാപിതാക്കളുടെ അടുക്കലേക്ക് വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ മുസൽമാന്റെ മക്കൾ ഇംഗ്ലീഷ് മീഡിയത്തിൽ നിന്ന് കടന്നു ചെല്ലുകയും അള്ളാഹുവിനെ അറിയുന്നതോടൊപ്പം കാലത്തിന്റെ പ്രവർത്തനങ്ങളിലും വിദ്യാഭ്യാസ മേഖലകളിലും നിറഞ്ഞു നിൽക്കാൻ പക്വതയുള്ള സന്താനങ്ങളെയാണ് മഅദിൻ പബ്ലിക് സ്കൂളും ഹയർ സെക്കൻഡറിയുമെല്ലാം പാകപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ സമീപ പ്രദേശത്തെ ഏറ്റവും സ്ട്രെങ്ത് ഉള്ള സ്കൂൾ എന്ന് മാത്രമല്ല, പ്രതിവർഷം ഈ വർഷം മാത്രം 1000-ഓളം വരുന്ന അഡ്മിഷൻ സ്വീകരിക്കുവാൻ മാത്രം വ്യുൽപ്പത്തിയിലേക്ക് നമ്മുടെ ഇംഗ്ലീഷ് സ്കൂൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു കാലഘട്ടത്തിൽ ചെയ്തു തീർക്കേണ്ടത് ഒരു ചെറിയ കാലഘട്ടത്തിന്റെ കാൽവെപ്പിലൂടെ മാത്രം സാധിച്ചെടുക്കുകയാണ് മഅദിനിന്റെ മണൽത്തരികളിലൂടെ നമുക്ക് സാക്ഷിയാകാൻ കഴിയുന്നത്. അതുകൊണ്ട് ഈ സ്ഥാപനത്തെ സന്ദർശിക്കുവാനും ഇതിന്റെ സ്പന്ദനങ്ങൾ അറിയുവാനും ഇതാ വ്യത്യസ്ത ഭാഗങ്ങളിൽ പരന്നു കിടക്കുന്ന സ്ഥാപന മേഖലകളെ കണ്ടറിയുവാനും ലോകത്തിനാവശ്യമായ സന്ദേശ പ്രവർത്തനങ്ങളാണ് മഅദിൻ മുന്നോട്ട് വെക്കുന്നതെന്ന് മനസ്സിലാക്കി കൈത്താങ്ങും സഹായവുമാകാനും നമ്മുടെ ഈ സ്ഥാപന വേദിക്ക് സാധ്യമാകണം. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, മനസ്സിലാക്കണം, അങ്ങനെ കേവലമായൊരു വിദ്യാർത്ഥി മേഖലയിൽ മാത്രമല്ല നമ്മുടെ സ്ഥാപനത്തിന്റെ പ്രവർത്തനം നിൽക്കുന്നത്. അരമനകളുടെ അകത്തളങ്ങളിൽ കൃത്യമായ ശിക്ഷണങ്ങൾ രൂപപ്പെടുമ്പോഴേ നാളെയുടെ സന്താനങ്ങൾ കൃത്യമായ താരല്യങ്ങൾ അനുഭവിക്കുകയുള്ളൂ എന്ന് സയ്യിദ് അവറുകൾ തിരിച്ചറിയുകയാണ്. തിരുത്തേണ്ട മേഖലകളിൽ തിരുത്തൽ ഉൾക്കൊള്ളുമ്പോഴാണ് നമുക്ക് പാഠശാലയിലേക്ക് കിട്ടുമ്പോൾ തിരുത്തുന്നതിന് മുമ്പ് ഉമ്മയാകുന്ന ആദ്യ പാഠശാല പാകപ്പെടണമെന്ന് ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ കണ്ടറിയുകയാണ്. അങ്ങനെയാണ് പരന്നു കിടക്കുന്ന ഈ മലപ്പുറത്തിന്റെ പരിസര പ്രദേശങ്ങളിലെ പരസ്യതം വരുന്ന സഹോദരിമാരെ സ്ഥാപനത്തിന്റെ സൗകര്യത്തിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് പ്രതിമാസ വനിതാ ക്ലാസ്സിലൂടെ ആവശ്യമായ ആത്മീയ ബോധവൽക്കരണം നൽകി. എങ്ങനെയാണ് ഭർത്താവിനെ ആദരിക്കേണ്ടതെന്നവളെ പഠിപ്പിച്ചു കൊടുത്തു, എങ്ങനെയാണ് മക്കളെ ശിക്ഷണം നടത്തേണ്ടതെന്ന് പഠിപ്പിച്ചു കൊടുത്തു. അങ്ങനെ മാതൃകാ യോഗ്യരായ നിരവധി സഹോദരിമാരെ പാകപ്പെടുത്തിയെടുക്കാൻ നമ്മുടെ സ്ഥാപനത്തിന്റെ വനിതാ ക്ലാസ്സിന് സാധിച്ചിട്ടുണ്ട്. ഒരുപാട് സഹോദരന്മാർ അവരുടെ സ്വകാര്യ ജീവിതത്തിന്റെ സന്തോഷ സന്താപ മേഖലകളിൽ മഅദിൻ അവർക്ക് ചെയ്തു കൊടുത്ത താരല്യത്തിന്റെ കരസ്പർശം അറിഞ്ഞുകൊണ്ട് സയ്യിദ് അവറുകളുടെ കരം കവർന്ന് ചുംബിക്കാൻ കടന്നു വന്നിട്ടുള്ളത് മഅദിനിന് കിട്ടിയ ദാനവും സമ്മാനവുമായി മനസ്സിലാക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, മനസ്സിലാക്കണം, അതുപോലെ പരിശുദ്ധമായ ഖുർആനിന്റെ ആത്മീയ ആഴങ്ങളിലേക്കും പുതിയ സമൂഹത്തെ ആധ്യാത്മികതയുടെ വെളിച്ചത്തിലേക്കും നൽകുവാൻ കൃത്യമായി മുടങ്ങാതെ ഞായറാഴ്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന മാതൃകായോഗ്യമായ ഖുർആൻ ക്ലാസ്സിലൂടെ സമീപ പ്രദേശത്തുള്ള 1000-ഓളം വരുന്ന സ്ഥിരാംഗങ്ങൾ വന്നുകൊണ്ട് ആത്മീയതയുടെ ഊർജം ഏറ്റെടുത്തുകൊണ്ട് പോവുകയാണ്. മലിനവൽക്കരിക്കപ്പെട്ട പുതിയ സമൂഹത്തിന്റെ ഇടയിലേക്ക് തെറ്റുകളിലേക്ക് പിടിച്ചു വലിക്കാൻ ഇടയുള്ളപ്പോ ഞായറാഴ്ച രാവിലെ മഅദിനിലെ ഖുർആൻ ക്ലാസ്സിൽ നിന്ന് കിട്ടിയ ഒരു സ്പിരിച്വൽ എനർജി കൊണ്ടാണ് പല ആളുകളും അരുതായ്മയിലേക്ക് പെട്ടുപോകാതെ അടുത്ത ആഴ്ചയിലും ആ ഊർജത്തെ ഏറ്റെടുക്കാൻ അവർ തിരിച്ചു വരുന്നത്. അങ്ങനെ ഈ ഒരു പ്രദേശത്തെ മുഴുവനും അടുക്കളയും അന്താരാഷ്ട്രവും സ്വകാര്യതയും പരസ്യവും മുഴുവനും പാകപ്പെടുത്തിയെടുത്തപ്പോൾ മലപ്പുറത്തിന്റെ ഹൃദയസ്ഥലികളിൽ മഅദിൻ ഇടം പിടിക്കുകയും മഅദിനു വേണ്ടി സർവസ്വവും സമർപ്പിക്കാൻ ഈ നാട്ടിലെ നല്ലവരായ ആളുകൾ തീരുമാനിക്കുകയും ചെയ്തു. അതിന്റെ ഭാഗമായിട്ടാണ് ഗ്രാൻഡ് മോസ്കിൽ നിറഞ്ഞു കവിയുന്ന ജമാഅത്തുകൾ നമുക്ക് കാണാൻ കഴിയുന്നത്. അതിന്റെ നറുമുറ്റത്ത് ദിവസേന റമദാനിലെ 30 ദിവസവും ഒരുങ്ങുന്ന ആയിരക്കണക്കിന് ആളുകൾ ഒരുപോലെ സമ്മേളിക്കുന്ന ഇഫ്താർ മീറ്റ്. ഇത്രയും വ്യാപകമായൊരു സംഗമം ഒരുപക്ഷെ കേരളത്തിൽ വേറെ എവിടെയും ഉണ്ടാകണമെന്നില്ല. അതാ പ്രിയപ്പെട്ട സഹോദരിമാര് രാവിലെ മുതൽ ഉച്ചവരെ മഅദിനിന്റെ പ്രിയപ്പെട്ട മുറ്റത്തേക്ക് വന്ന് 4000-ഓ 5000-ഓ വരുന്ന സഹോദരിമാരോടൊപ്പം ഇരുന്നു കൊണ്ട് പരിശുദ്ധമായ ഇസ്ലാമിന്റെ പാഠഭാഗങ്ങളെ അറിഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് ചെല്ലുമ്പോഴാണ് എനിക്ക് വിജ്ഞാനത്തിന്റെ വിരുന്നൊരുക്കിയ ആ തിരുമുറ്റത്തേക്ക് വൈകുന്നേരമാകുമ്പോൾ ഒരുപാട് വിശ്വാസികൾ എത്തിച്ചേരും. അവർക്ക് ഭക്ഷണത്തിന്റെ വിരുന്നു കൂട്ട് നടത്തേണ്ടത് എൻ്റെ ദൗത്യമാണെന്ന് ഈ നാട്ടിലെ ഉമ്മ ഏറ്റെടുക്കുകയാണ്, സഹോദരി ഏറ്റെടുക്കുകയാണ്. അങ്ങനെയാണ് മഅദിനിന്റെ നറുമുറ്റത്ത് റമദാനിന്റെ എല്ലാ സന്ധ്യകളിലും ഇഫ്താർ മീറ്റുകളിൽ ആയിരങ്ങൾക്ക് വേണ്ടിയുള്ള ഭക്ഷണ വിഭവങ്ങൾ തളികയിലേക്ക് എത്തിക്കുന്നതിൽ മഅദിനിന്റെ വനിതാ ക്ലാസ്സിലൂടെ ആത്മീയ ശിക്ഷണം തേടിയ പാവപ്പെട്ട സഹോദരിമാരുടെ സേവനത്തിന്റെ ഫലങ്ങളാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുല്യവും അവാച്യവുമായൊരു വിപ്ലവത്തിന്റെ ശക്തമായ മുന്നോട്ട് പോക്കാണ് മഅദിൻ ഇവിടെ സാധ്യമാക്കുന്നത്. പലപ്പോഴും മഅദിനെ കുറിച്ച് പറയുമ്പോൾ മദീനയുടെ ചിത്രം മനസ്സിലേക്ക് വരികയാണ്. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി
റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാരഥ്യമരുളുന്ന മദീന, ആ മദീനയുടെ പള്ളിയോട് ചേർന്നുകൊണ്ട് പ്രവർത്തിക്കുന്നത് കേവലം ഒരു പള്ളിയുടെ പ്രവർത്തനങ്ങൾ മാത്രമല്ല, സമൂഹത്തിന്റെ സകല തലങ്ങളെയും ഉൾക്കൊള്ളുന്ന സേവന സഹായ കാരുണ്യ ഹസ്തങ്ങളെയാണ് അവിടെ നിർവഹിക്കപ്പെടുന്നത്. ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകളുടെ മനസ്സ് ഭാരങ്ങൾ കാണുമ്പോൾ അത് ഏറ്റെടുക്കാനുള്ള സന്നദ്ധതയും വേദനയും നോവും കാണുമ്പോൾ അതിനെ നിർവഹിച്ചു കൊടുക്കുവാനുള്ള കാരുണ്യത്തിന്റെ അടയാളങ്ങളുമാണ്. അപകടങ്ങളിലൂടെയോ പ്രകൃതി ദുരന്തങ്ങളിലൂടെയോ വേദന അനുഭവിക്കുന്ന കുടുംബങ്ങളെ മുഴുവൻ സംരക്ഷണവും ഏറ്റെടുക്കാൻ പലപ്പോഴും സയ്യിദ് അവറുകളുടെ ആദരണീയമായ കരം മുന്നോട്ട് വന്നിട്ടുണ്ട്. സമീപകാലത്ത് അപകടത്തിൽ ദുരന്തമേറ്റൊരു മുസ്ലിം കുടുംബത്തിന്റെ മക്കളുടെ ഭാരം മുഴുവനും ഈ സ്ഥാപനം ഏറ്റെടുക്കുകയാണ്, അവർക്ക് സമാധാനം പകർന്നു കൊടുക്കാൻ. പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കണം, അങ്ങനെ കാലത്തിന്റെ ചുവരെഴുത്തുകളെ വായിക്കുകയും മാറ്റത്തിന്റെ മാറ്റൊലികൾ മുഴക്കുകയും ചെയ്ത് ലോകത്തിനാവശ്യമായ സമ്മാനങ്ങൾ ചെയ്തു കൊടുക്കുമ്പോൾ ഈ ലോകത്തിനാവശ്യമായ ഏറ്റവും വലിയ മാനിഫെസ്റ്റോ ഒരുക്കിയ മദീനയിലെ രാജാവിന്റെ കയ്യിലേക്ക് കിട്ടിയ ഇലാഹി സമ്മാനമായ ഖുർആൻ, ലോകം മുഴുവനും വെല്ലുവിളികൾ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ഖുർആനിനെ ഇല്ലായ്മ ചെയ്യാൻ. അമേരിക്കയുടെ പോപ്പുലേഷൻ ഇരട്ടിയായി വളരുമ്പോൾ ലോക രാജ്യങ്ങൾ മുഴുവനും അത്ഭുതത്തോടെ നോക്കുകയാണ്. ഖുർആനിന്റെ ഇകാര സ്വഭാവ ഏതെങ്കിലും ഒരു വള്ളിപുള്ളി വിസർഗത്തിന് വ്യതിയാനം വരുത്താൻ ഒരു ശക്തിക്കും ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ലോകത്തുള്ള എല്ലാ വേദങ്ങളെയും വേദാന്തങ്ങളെയും അത്ഭുതപ്പെടുത്തിയ പരിശുദ്ധമായ ഖുർആൻ നെഞ്ചിലേറ്റിയ മക്കളുണ്ടാകണം. നാളെ ഒരുപക്ഷെ മുസ്ഹഫുകൾ മുഴുവനും കണ്ടുകെട്ടിയാലും പരിശുദ്ധമായ ഖുർആനിന്റെ വചനങ്ങൾ ഇവിടെ അന്യമാകാൻ പാടില്ല. അതുകൊണ്ട് ഹൃദയത്തിന്റെ ജീവനോട് ചേർത്ത് വെച്ച ഖുർആൻ മനപ്പാടമാക്കിയ മക്കളുണ്ടാകണം. അതിനുവേണ്ടിയാണ് ബഹുമാനപ്പെട്ട യമനിൽ നിന്നുള്ള ലോകപ്രസിദ്ധ പണ്ഡിതനായ ഉമർ ബിൻ ഹഫീദ് തങ്ങളുടെ സാരഥ്യത്തിൽ നമ്മുടെ മഅദിന് കീഴിൽ ഹിഫ്ളുൽ ഖുർആൻ എന്ന സംരംഭം തുടങ്ങുന്നത്. പക്ഷേ പരിശുദ്ധമായ ഖുർആൻ അവർ പാകപ്പെട്ട് പഠിച്ച് മനപ്പാടമാക്കി ഉയർന്ന് പൂർണ്ണമായും ഹൃദിസ്ഥമാക്കുമ്പോൾ 212 ദിവസം കൊണ്ട് ഖുർആനിന്റെ മുഴുവൻ അക്ഷരങ്ങളെയും ഹൃദിസ്ഥമാക്കിയിട്ട് പാരായണം ചെയ്യാൻ മാത്രം പാകപ്പെട്ട മക്കളെ സമ്മാനിക്കാൻ ഈ സ്ഥാപനത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അതിനോട് ചേർന്ന് പല വിജയങ്ങളും കാണിച്ച മക്കളുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലോകത്തിന് മുഴുവനും അത്ഭുതത്തിന്റെ സമ്മാനം മാത്രം നൽകിയ പവിത്രമായ ഖുർആനിനെ കുരുന്ന് ഹൃദയങ്ങളിലേക്ക് ഡീപ്പ് റൂട്ട് ചെയ്തു കൊടുത്ത് നാളെയുടെ സുപ്രഭാതങ്ങളിൽ പവിത്രമായ ഖുർആനിനെ പൂർണ്ണമായും ഹൃദയത്തിൽ നിന്ന് വായിച്ചു കൊടുക്കാനും ഓതിക്കൊടുക്കാനും പറ്റുന്ന പാവപ്പെട്ട മക്കളെ പാകപ്പെടുത്തിയെടുത്തുകൊണ്ടിരിക്കുന്ന ഈ വൈജ്ഞാനിക നികേതൻ, പരിശുദ്ധമായ ഖുർആൻ മനപ്പാടമാക്കുന്ന പഠന കേന്ദ്രം അപ്പുറത്തൊരു ചാരത്ത്, ഖുർആനിന്റെയും ഇസ്ലാമിന്റെയും ആധികാരിക ചർവണങ്ങൾ സയ്യിദ് അവറുകളുടെ സാരഥ്യത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന പണ്ഡിത ശ്രേഷ്ഠന്മാരുടെ പർണശാല വേറൊരു ഭാഗത്ത്, സമകാലിക വിദ്യാഭ്യാസത്തെയും ആത്മീയ വിജ്ഞാനത്തെയും ഒരുപോലെ ഏറ്റെടുക്കുന്ന കാലത്തിന്റെ സ്വരം കേൾക്കാൻ യോഗ്യരായ 2 വിദ്യാഭ്യാസവും ഉള്ളവർ ഒരു ഭാഗത്ത്, ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ ഉന്നത തലങ്ങളെ പഠിക്കുന്നതിന് മുമ്പ് സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് അബദ്ധസഞ്ചാരികളാകാതിരിക്കാൻ ബോർഡിംഗ് സംവിധാനത്തോടെ പാവപ്പെട്ടവരുടെ മക്കളെ പോലെ അല്ല, അതിനേക്കാൾ ഉന്നതമായ സൗകര്യങ്ങളിൽ പണക്കാരന്റെ മകനും വഴികേടാകാൻ പാടില്ല. ആവശ്യമായ സൗകര്യങ്ങളും പരിചരണങ്ങളും അവനും ലഭിച്ചിട്ട് കാലത്തിന്റെ ധർമ്മത്തിന്റെ കുഴലൂത്തുകാരായി മാറ്റാൻ ബോർഡിംഗ് സംവിധാനം വേറൊരു ഭാഗത്ത്, ലാംഗ്വേജ് അക്കാഡമി മറ്റൊരു ഭാഗത്ത്, ഹോം സയൻസ് പഠിപ്പിക്കുവാനുള്ള സംവിധാനം വേറെ ഒരു ഭാഗത്ത്. അങ്ങനെ 26ഓളം സംരംഭങ്ങൾക്ക് സാരഥ്യം വഹിക്കുന്ന ഈ മഅദിനുസ് തഖാഫത്തുൽ ഇസ്ലാമിയ എല്ലാ വിജയത്തിന്റെയും അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്നത് മഹത്തായ സ്വലാത്തിന്റെ വേദിയാണ്. പരിശുദ്ധമായ ഇസ്ലാമിന്റെയും ലോകത്തിന്റെയും മുഴുവനും ആത്മാവുകളെ ജ്വലിപ്പിക്കുവാനുള്ള ലോകത്തിന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള അദമ്യമായ അനുരാഗത്തിലൂടെയല്ലാതെ മാനവികതയെ മാറ്റിയെഴുതാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കി. അതുകൊണ്ടാണ് ഒരു ഭാഗത്ത് വൈജ്ഞാനിക സാമ്രാജ്യം എജു പാർക്ക് പോലെ വ്യത്യസ്ത വിദ്യാഭ്യാസ മേഖലകൾ ഒരുങ്ങി നിൽക്കുമ്പോഴും മറുഭാഗത്ത് IAS IPS പോലെയുള്ള തലത്തിലേക്ക് പാകപ്പെടുത്താനുള്ള കുട്ടികളെ പഠിക്കാൻ പറഞ്ഞു വിടുമ്പോഴും വേറൊരു ഭാഗത്ത് ജീവകാരുണ്യ സേവന പ്രവർത്തനങ്ങളിലൂടെ നിരവധി കുടുംബങ്ങൾക്ക് അത്താണിയായി മാറുമ്പോഴും കണ്ണുകാണാത്തവർ ഈ സ്ഥാപനത്തിലേക്ക് വന്ന് ശിക്ഷണമേറ്റുവാങ്ങുമ്പോൾ അവർക്കാവശ്യമായ ഭക്ഷണത്തിന്റെ പൊതിയും വസ്ത്രവും പെരുന്നാളോടടുക്കുമ്പോൾ ഈ സ്ഥാപനത്തിന്റെ സമ്മാനമായി
വീട്ടിലെത്തിച്ചു കൊടുക്കുകയാണ്. ഇങ്ങനെ ജീവകാരുണ്യ ജനസേവന പ്രവർത്തനങ്ങൾക്ക് അമരത്തുനിന്ന് നയിക്കുന്ന ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകളുടെ എല്ലാ ആത്മാവും ഊർജവും വരുന്നത് സ്വന്തം വീട്ടിൽ നിന്ന് ചെറുപ്പത്തിലെ ശിക്ഷണം നേടി വന്ന ഖുതുബിയ്യത്തിന്റെ പ്രതിമാസ മജ്ലിസുകളും മഹാന്മാരായ ബദരീങ്ങളോടുള്ള സ്നേഹത്തിന്റെ ബദരീങ്ങളുടെ മജ്ലിസും ഇതിൽ നിന്നെല്ലാം പാകപ്പെട്ടു വന്ന സയ്യിദ് അവറുകൾ മഹാനവറുകളെ ഇന്ന് ലോകോത്തരമായി ഉയരാനും നിരവധി അറബേതര രാജ്യങ്ങളിൽ ശ്രുതി പകരാനും എല്ലാം മഹാനവറുകൾക്ക് വിലാസമുണ്ടാക്കി കൊടുത്തത് മഹത്തായ സ്വലാത്തിന്റെ മജ്ലിസാണ്. ചില വിധ്വംസകവാദികൾ മഖബറ സംസ്കാരം കേരളത്തിലെ മുസ്ലിയാക്കന്മാരുടേത് മാത്രമാണെന്ന് പറയുമ്പോൾ ഇല്ല, ആഗോളതലത്തിൽ സിറിയയിലെയും ഫലസ്തീനിലെയും ലബനാനിലെയും ഈജിപ്തിലെയും യമനിലെയും അതുപോലെയുള്ള രാജ്യങ്ങളിൽ മുഴുവനും ഇസ്ലാമിക പൈതൃകത്തെ കണ്ടറിഞ്ഞുകൊണ്ട് മലയാളത്തിന്റെ മണ്ണിലേക്കും ലോകത്തിന്റെ മനസ്സിലേക്കും അടയാളപ്പെടുത്താൻ വൈജ്ഞാനിക വേട്ടയ്ക്ക് വേണ്ടി നോളജ് ഹണ്ട് യാത്രയിലൂടെ വ്യത്യസ്ത ഇസ്ലാമിക രാജ്യങ്ങളിൽ പോയി പൈതൃകങ്ങളെ പകർത്തിയെടുത്തു കൊണ്ടുവരാൻ ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ സേവനങ്ങൾ സമർപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതാ സമീപകാലത്ത് ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും അംഗീകരിക്കപ്പെടുന്ന പവിത്രമായ ഹദീസിന്റെ ഗ്രന്ഥം സഹീഹുൽ ബുഖാരിയുടെ രചയിതാവായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഉമ്മ വച്ചുറങ്ങുന്ന ഉസ്ബെക്കിസ്ഥാനിലേക്ക് ചെന്ന് ബുഖാരി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ തിരുഖബറിടത്തിന്റെ സന്നിധാനത്തിൽ ചെന്ന് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുചര്യകൾക്ക് സേവനം ചെയ്തിട്ട് കസ്തൂരി സമാനമായ മണൽപ്പരപ്പൊരുക്കിയ പ്രിയപ്പെട്ട നേതാവിന്റെ ചാരത്ത് ചെന്ന് നിന്നുകൊണ്ട് ഹൃദയം പൊട്ടി ഈ ഉമ്മത്തിന് വേണ്ടി ദുആ ചെയ്തുകൊണ്ട് തിരിച്ചു വന്ന മഹാനവറുകൾ വൈജ്ഞാനിക വേട്ടയുടെ ഭാഗമായി ലോകത്തിന്റെ തലങ്ങളിൽ പോയി ഇസ്ലാമിക പൈതൃകത്തിന്റെ ചിത്രങ്ങളെ ലോകത്തിന്റെ ക്യാമറ കണ്ണിലേക്ക് അടയാളപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഹജ്ജിന്റെയും ഉംറയുടെയും ആരാധനാ കർമ്മങ്ങളിലേക്ക് പോകുമ്പോൾ പല ആളുകളും മക്കത്ത് കൊണ്ടുപോയിട്ട് മദീനത്ത് കൊണ്ടുപോകാതെ തിരിച്ചു വരുന്ന സംഘങ്ങൾ നടത്തുന്നവർ ബിദഈ കക്ഷികളുടെ അമരത്ത് നിൽക്കുമ്പോൾ ഓരോ ചരിത്ര സ്ഥലങ്ങളിലും വേണ്ട ആത്മീയ ശിക്ഷണങ്ങൾ ഏറ്റുവാങ്ങി മഹാന്മാരായ സ്വഹാബാക്കളുടെയും ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളുടെയും ചാരത്ത് ചെല്ലുമ്പോൾ ഹൃദയഭേദകമായി പ്രാർത്ഥന നടത്താനും കഅബാലയത്തിന്റെ കില്ല പിടിച്ച് സ്വർഗം ചോദിക്കുമ്പോൾ മഹാനരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക പറഞ്ഞു കൊടുക്കാനും മാതൃകായോഗ്യമായ വലിയൊരു ഹജ്ജ് സംഘത്തെ നയിച്ച് പരിശുദ്ധമായ ഹറമിന്റെ മുമ്പിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വിളി കേട്ട ബഹുമാനപ്പെട്ട ഇബ്രാഹിമുൽ ഖലീലുൽ ബുഖാരി തങ്ങൾ ഒരു ഉമ്മത്തിനെയും കൊണ്ട് കഅബാലയത്തിന്റെ മുറ്റത്തേക്ക് ചെല്ലുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ മുഴുവൻ ആഗോള വ്യാപകമായ ഇസ്ലാമിക ആത്മീയ സേവന പ്രവർത്തനങ്ങളുടെയും അമരത്ത് നിൽക്കുമ്പോഴും ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകളെ പാകപ്പെടുത്തിയിട്ട് ലോകത്തിന്റെ ഗിരിശൃംഗത്തിലേക്ക് ഓരോ ദിവസവും ഒരുപാട് കാലം മുന്നോട്ട് കടത്തിക്കൊണ്ടുപോകുന്നത് മറ്റൊരു പ്ലാറ്റ്ഫോമുമല്ല. ഹുബ്ബുൻ നബി വമദ്ഹു ഖൈറുൽ അമൽ ഫഅസല്ലില്ലാഹു ബിഹി യുബല്ലിഗുൽ അമൽ വലഹു ബിനൈലി ശഫാഅത്തിൻ ത്വഹാ കഫൽ ഇൻദൽ ഇലാഹി മുനഅമൻ തൻഈമാ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള അനുരാഗമാണ്, സ്നേഹപാനമാണ്. ലക്ഷോപലക്ഷം വരുന്ന വിശ്വാസ ഹൃദയങ്ങളുടെ അടിത്തട്ടിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വലാത്തിന്റെ തീർത്ഥമടയാളപ്പെടുത്തി. ഇവിടുത്തെ സ്വലാത്തിന്റെയും ദിക്റിന്റെയും ഹൽഖകൾ മുഴുവനും ഇല്ലായ്മ ചെയ്യണമെന്ന് കച്ചകെട്ടി ഇറങ്ങിയ സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളുടെ കണ്ടകോടാലികളായി കാലത്തെ അതിജയിക്കാനുള്ള നൂറുകണക്കിന് ആയിരക്കണക്കിന് സ്വലാത്ത് ഹൽഖകളാണ്. മഅ്ദിനിന്റെ സ്വലാത്ത് നഗരിൽ നിന്ന് ആത്മീയമായ വായുവിനെ സ്വീകരിച്ചുകൊണ്ട് ആധ്യാത്മികതയുടെ വെളിച്ചമേറ്റെടുത്തുകൊണ്ട് കേരളത്തിന്റെയും പുറത്തും സ്ഥാപിക്കപ്പെട്ടു പോയത്. അൽഹംദുലില്ലാഹ്, ഒരുപാട് സ്ഥലങ്ങളിൽ സയ്യിദ് അവറുകൾ തന്നെ പോയി സ്ഥാപിച്ചു കൊടുത്ത ആയിരക്കണക്കിന് സ്വലാത്തിന്റെ മജ്ലിസ് ലോകത്തിന്റെ ദിക്കുമുക്കുകളിൽ പ്രവാസ ജീവിതത്തിന്റെ പ്രയാസത്തിന്റെ ഇടയിലും ആഴ്ചയിൽ ഒരിക്കൽ കൂടിയിട്ട് സ്വലാത്തു ചൊല്ലാൻ ഹൽഖ സ്ഥാപിച്ചു കൊടുത്ത ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ അങ്ങനെ ലോകത്തിന്റെ ദിക്കുമുക്കുകളിൽ നിന്നെല്ലാം ഉയരുന്ന കോടിക്കണക്കിന് സ്വലാത്തിന് കാരണമായി വർത്തിക്കാൻ കഴിഞ്ഞു എന്നതാണ് മദീനയിലെ രാജാവ് ഏറ്റുവാങ്ങിയിട്ട് വിളിക്കുന്നു.
आंख वालों आओ देखो माह तैयबा की दिया जिस तरफ को उड़ गई आलम मुनव्वर हो गए मैं तेरी आंखों के सदक़े उनमें कितना नूर है അല്ലാഹുവിന്റെ ഹബീബിന്റെ തിരുനോട്ടമുണ്ടായാൽ ആ ദേശവും ആ ദേശീയനും മുഴുവനും പ്രകാശത്തിന്റെ ഇരയായി മാറുകയാണ്, പ്രഭാവത്തിന്റെ നിരയായി മാറുകയാണ്. മാനസികമായ മാറ്റത്തിൻ്റെയും വിമലീകരണത്തിൻ്റെ സമരസ്വരങ്ങളുടെയും കാലത്തെ അതിജയിക്കാനുള്ള മഹനീയ പ്രഖ്യാപനമാണ് സയ്യിദ് അവറുകൾ ഓരോ സ്വലാത്തിലൂടെയും നടത്തിയപ്പോൾ ഒരുപാട് ആളുകൾ ജീവിത ദുഷ്കർമ്മങ്ങളിൽ നിന്ന് തൗബ ചെയ്ത് മടങ്ങുകയാണ്. ബഹുമാനപ്പെട്ട ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജീലാനി തങ്ങളുടെ മജ്ലിസിൽ നിന്ന് 10,000 ആളുകൾ തൗബ ചെയ്ത് ശുദ്ധ ജീവിതത്തിലേക്ക് വന്നതുപോലെ ഇബ്രാഹിം ഖലീലുൽ ബുഖാരി തങ്ങളുടെ മജ്ലിസിൽ നിന്ന് എത്രയോ ആളുകൾ സാത്വികമായ ജീവിതത്തിലേക്ക് വരികയാണ്. കഥനങ്ങൾ ഏറ്റുവാങ്ങിയ ഹൃദയങ്ങളോടെ വരുമ്പോൾ ദുആ ചെയ്യാൻ പറയുന്ന ആളുടെ സംഭാവന വാങ്ങിയിട്ട് മിണ്ടാതിരിക്കുകയല്ല. ആ ഭാരം ഹൃദയത്തിലേക്ക് ഏറ്റുവാങ്ങിയ സയ്യിദ് അവറുകളുടെ മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന പ്രാർത്ഥനയിൽ സദസ്സിൽ പങ്കെടുത്ത ഒരാളുടെ വിഷയവും മന്യമാകുന്നില്ല. തിരിച്ചു പോകുന്നത് സാന്ത്വനത്തോടെയാണ്. വീട്ടിലേക്ക് എത്തുമ്പോൾ പരിഹാരത്തിൻ്റെ സ്വരമാണ് ഉയരുന്നത്, സന്തോഷത്തിൻ്റെ പ്രതിഫലമാണ് കേൾക്കുന്നത്. ഈ മഹത്തായ മനുഷ്യ പ്രളയത്തിൻ്റെ സ്വലാത്തിൻ്റെ സാഗരം അതിൻ്റെ തിര അടിച്ചുയർത്തിയപ്പോ റഹ്മത്തുല്ലിൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുന്ന ദേശങ്ങൾക്കപ്പുറത്തുള്ള പണ്ഡിതന്മാരിവിടെ എത്തി. യമനിലെ ഉമർ ഹഫീദ് തങ്ങളുടെ പാദത്തലി കൊണ്ട് മലപ്പുറത്തിൻ്റെ മണ്ണ് പുളകമണിഞ്ഞത് സ്വലാത്ത് നഗറിൻ്റെ പുണ്യം കൊണ്ടാണ്. ബഗ്ദാദിലെ ഷെയ്ഖ് ജീലാനി തങ്ങളുടെ പൗത്രനായ ബഹുമാനപ്പെട്ട അഫീഫുദ്ദീൻ ജീലാനി തങ്ങളുടെ മഹനീയമായ പാദസ്പർശം കൊണ്ട് മലപ്പുറത്തിൻ്റെ മനസ്സു നനഞ്ഞു കിട്ടിയത് സ്വലാത്തിൻ്റെ നഗരിയിലൂടെയാണ്. ഷെയ്ഖ് റിഫായി തങ്ങളുടെ പ്രവർത്തനായ സബാഹുദ്ദീൻ റിഫായി തങ്ങൾ കാഴ്ചയിലും കേൾവിയിലും സാമീപ്യത്തിലും സൗന്ദര്യത്തിൻ്റെ മഹനീയ ഭാവമായപ്പോഴും മലപ്പുറത്തിൻ്റെ മണ്ണിലേക്ക് സാന്നിധ്യത്തിൻ്റെ സുഭഗമരുളി സ്വലാത്തിന്റെ മജ്ലിസിലൂടെയാണ്. മലേഷ്യയുടെ ഭരണസാരഥ്യത്തിലിരിക്കുന്ന ചിലർ പോലും പരിഹാരത്തിന്റെ പരവതാനിക്ക് വേണ്ടി ദേശാടനം നടത്തി സ്വലാത്തിന്റെ മജ്ലിസിലേക്ക് എത്തുമ്പോ മോനെ അമ്മ സ്വലാത്തു അലൻ നബി ഫസിറത്തുൻ മർദിയത്തുൻ തുംഹാ ബിഹൽ ആസാമു. സ്വലാത്തിലൂടെയാണ് നിർവഹണം. വേദനകളുടെ മുഴുവനും പരിഹാരം, വേപദുക്കളുടെ മുഴുവനും വിഭാടനം, ദുഃഖങ്ങളുടെ മുഴുവനും പരിഹാരം അതേറ്റുവാങ്ങാനുള്ള സ്വലാത്തിൻ്റെ അലമാലകൾ ഉയരുന്ന ഈ സാഗരത്തിലേക്ക് നിങ്ങൾ വരുമ്പോൾ ഈ സാഗരത്തിൻ്റെ അലമാലകളുടെ ദിശ തിരിച്ചറിഞ്ഞുകൊണ്ട് ഇവിടെ പടർന്നു കിടക്കുന്ന സ്ഥാപന സമുച്ചയങ്ങൾ കാലത്തിൻ്റെ ദൗത്യമേറ്റുവാങ്ങാൻ കാത്തിരിക്കുമ്പോൾ നാളെ അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമുദായം ഇങ്ങനെ സവാദേ ആഴ്സമായി വരുമ്പോൾ ഈ സ്ഥാപനത്തിൽ ഇന്ന് മാത്രം പഠിച്ചുകൊണ്ടിരിക്കുന്ന 13,500ഓളം വരുന്ന മക്കൾക്ക് അടിസ്ഥാനമായ മതവിദ്യാഭ്യാസത്തിന് നിധി പകർന്നു കൊടുത്തതിൽ സയ്യിദ് അവറുകളുടെ സാരഥ്യത്തിലുള്ള സേവനങ്ങൾ ഉയർത്തപ്പെടുകയാണ്. മൻ സന്ന സുന്നതൻ ഹസനതൻ, ആരെങ്കിലും ഒരു സൽക്കർമ്മത്തിനു നിമിത്തമായാൽ അവൻ അതിൻ്റെ കൂലിയുണ്ട്, തുടർന്നവരുടെ പ്രതിഫലമുണ്ട്. ഈ സന്ദേശം ഏറ്റുവാങ്ങിപ്പോകുന്ന മുഴുവൻ ആളുകളുടെയും ഒരു പ്രതിഫലത്തിൻ്റെ പ്രതിധ്വാനം സയ്യിദ് അവറുകളുടെ കയ്യിലേക്ക് വരികയാണ്. സ്ഥാനമാനങ്ങളുടെ ഉന്നതികളിൽ വിരാജിക്കുമ്പോഴും രാജ്യാന്തരങ്ങളിൽ അംഗീകാരത്തിൻ്റെ പുൽമേടുകൾ വിരിക്കപ്പെടുമ്പോഴും വിനയഭാവത്തോടെ മുമ്പിലേക്ക് വരുന്ന ഗ്രാമീണന്റെ വേദനയെ അവിടുന്ന് തീർത്തും വിനീതമായി നേരിടുന്ന, വിനീതമായി ഏറ്റുവാങ്ങുന്ന സയ്യിദ് അവറുകളെയാണ്. വലൗ കുന്ത ഫല്ലൻ ഗലീലൽ ഖൽബി ലം ഫല്ലൂ മിൻ ഹൗലിക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദനി സ്വഭാവത്തെ പകർത്തി വെച്ചതുപോലെയാണ് ഒരു കൊച്ചുമോൻ വന്ന് വേദന പറയുമ്പോഴും ധൃതിയിലുള്ള രാഷ്ട്രീയ സാമൂഹിക നേതാക്കന്മാരോടൊപ്പം ഇരിക്കുമ്പോഴും
വിനയത്തിൻ്റെ സമവാക്യമായ സയ്യിദ് അവറുകൾ അതെല്ലാം ഏറ്റെടുത്തുകൊണ്ട് പരിഹാരത്തിന് വേണ്ടത് ചെയ്യുകയാണ്. അള്ളാഹു മഹാനവറുകൾക്ക് ഇസ്സത്തിൽ നിന്ന് ഇസ്സത്തിലേക്ക് ഉയർച്ച നൽകി ഈ വൈജ്ഞാനിക സാമ്രാജ്യത്തെ ലോകോത്തരമായി ഉയർത്തി ഈ സമുദായത്തിൻ്റെ അഭിമാന കേന്ദ്രമായി അള്ളാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. ഇന്നലകളിൽ ഇതിനു വേണ്ടി ചിന്തിച്ചവർ, അധ്വാനിച്ചവർ, ഇന്നും ഇതിൻ്റെ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുന്നവർ, സേവനത്തിന് വേണ്ടി പങ്കെടുക്കുന്നവർ മുഴുവൻ സജ്ജനങ്ങളുടെയും സുമനസ്സുകളുടെയും നല്ല ഉദ്ദേശത്തെ സ്വീകരിച്ച് നാളെ ലോകത്തിൻ്റെ നേതാവിൻ്റെ തിരുസന്നിധിയിൽ പൗത്രന്മാരുടെ ഗുണഗണത്തിൽ പ്രഭാവമേറിയൊരു സാന്നിധ്യമായി സയ്യിദ് അവറുകൾ വരുമ്പോൾ ആ പ്രകാശഗോളത്തിൻ്റെ മുമ്പിൽ, ആ സാമ്രാജ്യത്തിൻ്റെ മുമ്പിൽ ഒരു ശകലമായി ചേരാനും അതിന് പറ്റുന്ന വിധത്തിൽ സയ്യിദ് അവറുകൾക്ക് പദവി ലഭിക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പുണ്യരാത്രിയുടെ പ്രതിഫലം കൊണ്ട് സ്വീകരിച്ചുയർത്തട്ടെ. ഇതിനു വേണ്ടി സഹായിക്കുന്ന മുഴുവൻ ആളുകളെയും അല്ലാഹു സജ്ജനങ്ങളിൽ പെടുത്തി വിജയഗാഥ രചിക്കുവാൻ നിമിത്തം നൽകട്ടെ. അല്ലാഹു നമ്മെ മുഴുവനും സ്വീകരിക്കട്ടെ. ഒരു ചെറിയ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ആലുബൈത്തിന്റെ കാൽവെപ്പുകൾ ചരിത്രത്തിലെ വലിയ ചലനങ്ങളാണ്. സ്വതന്ത്രമായൊരു പഠനത്തിനർഹിക്കുന്നതാണ്. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രിയപ്പെട്ട പൊന്നുമോൻ ഹസൻ ബിൻ അലി റളിയല്ലാഹു അൻഹുവിനെ വിളിക്കുകയാണ്. കരളിൻ്റെ കഷ്ണമായ ഫാത്തിമ സഹറായുടെ പൊന്നുമോൻ, സ്വർഗീയ യുവാക്കളുടെ സാരഥികളിൽ ഒരാൾ, ഹസനൈനിയിലെ ഹസൻ റളിയല്ലാഹു അൻഹുവിനെ കാണിച്ചിട്ട് പറയുകയാണ്. മദീനത്തെ പള്ളിയുടെ മിമ്പറിൽ രണ്ടാളും ചേർന്നിരുന്നു കൊണ്ട് ജനങ്ങളിലേക്കൊന്നു നോക്കും. പ്രിയപ്പെട്ട ഹസൻ റളിയല്ലാഹു അൻഹുവിൻ്റെ മുഖത്തേക്കൊന്നു നോക്കും. മാറി മാറി നോക്കിയിട്ട് പറഞ്ഞു, എൻ്റെ ഈ പൊന്നുമോൻ സമുദായത്തിൻ്റെ നേതാവാണ്, സാരഥിയാണ്, നൂഴുവാല പ്രഭാവത്തിൻ്റെ ഉടമയാണ്. ഇസ് തറഫ് ഭീ ഏക് നിഗാഹേ നൂറേ നൂറേ ഇലാ मेरे समय में सरापा मसीयत हो तो सरापा नूर है. ഞാൻ അടിമുടി അഴുക്കാണ്, ഞാൻ അടിമുടി പാപമാണ്, എൻ്റെ ഉടലും എൻ്റെ ശരീരവും എൻ്റെതെല്ലാം മലിനമാണ്. പക്ഷേ മേ സറാപ്പാ മഅസിയത്തു ഹോ തോ സറാപ്പാ നൂർ ഹേ. അവിടുന്ന് മുഴുവനും പ്രകാശമാണ്, പ്രഭാവമാണ്. അതുകൊണ്ട് ലോകത്തിൻ്റെ ഗിരിശൃംഗത്തിൽ നിന്ന് മാലോകര മാതൃകയുടെ വഴിയിലേക്ക് മാടി വിളിച്ച മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹസനിനെ സൂചിപ്പിച്ചുകൊണ്ട് പറയാണ്, എൻ്റെ ഈ മോൻ നിങ്ങളുടെ നേതാവാണ്, സമുദായത്തിൽ ഐക്യമുണ്ടാക്കുന്നയാളാണ്, ലോകത്തെ നയിക്കാൻ കരുത്തുള്ളവരാണ്. ആ പുത്രന്മാരിൽ നിന്ന് നമുക്ക് ലഭിച്ച വരദാനമാണ് സയ്യിദ് അവറുകൾ. അള്ളാഹു ബഹുമാനപ്പെട്ട താജുല്ലുലമാ ഉള്ളാള് തങ്ങളുടെയും ഖമറുല്ലുലമാ AP ഉസ്താദ് അവറുകളുടെയും ഉദ്ദേശ നിർദ്ദേശങ്ങളെയും ഉപദേശാംഗീകാരങ്ങളെയും നിവേദ്യം പോലെ സ്വീകരിച്ച് ഒരു മുന്നണി പോരാളിയായി സമുദായത്തെ നയിക്കാനിറങ്ങിയ ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾക്ക് കരുത്തു പകരട്ടെ. മഹാന്മാരായ നമ്മുടെ നേതാക്കളായ താജുല്ലുലമാ തങ്ങൾക്കും ബഹുമാനപ്പെട്ട AP ഉസ്താദ് ഖമറുൽ ഉലമാ അവറുകൾക്കും ബഹുമാനപ്പെട്ട MA ഉസ്താദ് ചിത്താരി ഉസ്താദ് അതുപോലെയുള്ള നമ്മുടെ ഉസ്താദുമാർക്ക് മുഴുവനും ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കുക, ആകാശത്തുള്ളവൻ നിങ്ങളിൽ കരുണ ചൊരിയും. സ്നേഹത്തിൻ്റെയും അംഗീകാരത്തിൻ്റെയും ചെറുഭാവങ്ങൾ പോലും ജീവനായി കരുതുന്ന മനുഷ്യജന്മങ്ങളുണ്ട് നമുക്കിടയിൽ. സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് അകറ്റി നിർത്തപ്പെടുകയും ആട്ടിയോടിക്കപ്പെടുകയും ചെയ്തവർ, അനാഥർ, ആലംബഹീനർ, ശാരീരിക മാനസിക വൈകല്യങ്ങൾ ബാധിച്ചവർ, പ്രകൃതി ദുരന്തങ്ങളിലും ദുരിതങ്ങളിലും അകപ്പെട്ടവർ,
നിസ്സഹായമായ ഈ ജീവിതങ്ങളിലേക്ക് ആശയും പ്രകാശവും കോരിയിടുകയാണ് മഅദിനു സഖാഫത്തുൽ ഇസ്ലാമിയ. ബുദ്ധിമാന്ദ്യ പരിചരണ കേന്ദ്രം, അനാഥാലയം, അന്ധവിദ്യാലയം, ബദിര വിദ്യാലയം, ശരീഅത്ത് കോളേജ്, തഹ്ഫീദുൽ ഖുർആൻ കോളേജ്, റെസിഡൻഷ്യൽ സ്കൂൾ, ഹയർ സെക്കൻഡറി സ്കൂളുകൾ, ഇംഗ്ലീഷ് മീഡിയം പബ്ലിക് സ്കൂളുകൾ, ദവ്വ കോളേജുകൾ, ബോർഡിംഗ് സ്കൂൾ, ലൈബ്രറി ആൻഡ് റിസർച്ച് സെന്റർ, സ്കൂൾ ഓഫ് ഖുർആൻ, മോഡൽ അക്കാഡമി, പബ്ലിഷിംഗ് സെന്റർ, സ്കൂൾ ഓഫ് ജേർണലിസം, കമ്പ്യൂട്ടർ സെന്റർ, ലാംഗ്വേജ് റിസോഴ്സ് സെന്റർ, ഇൻഡസ്ട്രിയൽ ട്രെയിനിംഗ് സെന്റർ എന്നീ സ്ഥാപനങ്ങളാണ് ഇപ്പോൾ മഅദിൻ കമ്മിറ്റിക്ക് കീഴിലുള്ളത്. ഇവയ്ക്കു പുറമെ വിജ്ഞാന കാരുണ്യ സംരംഭങ്ങളായ കാരുണ്യത്തിന്റെ കൈനീട്ടം, വിജയരേഖ, റൈറ്റേഴ്സ് ഫോറം, മോറൽ സ്റ്റഡി സെന്റർ തുടങ്ങിയവയും സ്ഥാപനത്തിന്റെ പ്രധാന പ്രവർത്തനങ്ങളാണ്. മഅദിൻ മുന്നോട്ട് വയ്ക്കുന്ന കാരുണ്യ ദർശനത്തിന്റെ പ്രതീകങ്ങളായി നിലകൊള്ളുന്ന സ്ഥാപന സംരംഭങ്ങളുടെ ദൃശ്യാനുഭവത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയും കരുതലും ക്ഷണിക്കുകയാണ്. തബാറകല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. കരുണയുള്ളവർക്ക് ഈ കാഴ്ചകൾ കാണാതിരിക്കാനും വാക്കുകൾ കേൾക്കാതിരിക്കാനുമാവില്ല. ഇരുളും വെളിച്ചവും തിരിച്ചറിയാനാവാത്ത ഈ പിഞ്ചു ബാല്യങ്ങൾ പക്ഷേ അകക്കാഴ്ചയുള്ളവരാണ്. പ്രകാശത്തിന്റെ വാതിലുകൾ കൊട്ടിയടയ്ക്കപ്പെട്ടെങ്കിലും ജീവിതത്തെക്കുറിച്ച് ഇവർക്ക് നിരാശയില്ല. കുടുംബത്തിൽ ഒരു കാഴ്ചയില്ലാത്ത കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ചില രക്ഷിതാക്കൾ അതിനെ ഒരു ഉപേക്ഷയായിട്ടാണ് കാണുന്നത്. അതായത് എനിക്ക് ഇങ്ങനത്തെ ഒരു കുഞ്ഞുണ്ടായി പോയി, ഇനി അവനെക്കൊണ്ട് എനിക്കൊന്നും കിട്ടാനില്ല, ഒരു ഉപകാരം ലഭിക്കില്ല ഭാവിയിൽ എന്നുള്ളതിലേക്ക് അവനെ പുച്ഛിച്ചിട്ട് സമൂഹത്തിൻ്റെ അടിത്തട്ടിലേക്ക് ഒഴിച്ചു നിർത്തുന്ന ഒരു പ്രവണത മാതാപിതാക്കൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു വിഭാഗം മാതാപിതാക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ ഓവറായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യണം. എന്ന് പറഞ്ഞാൽ ഇവർക്ക് പുറത്തിറക്കൂല, എവിടെയെങ്കിലും വീണ് പോവും, എൻ്റെ കുഞ്ഞിനെ ഞാൻ എൻ്റെ കാലമുള്ളത് വരെ ഞാൻ അവരെ നോക്കിക്കൊള്ളും, വേറെ എവിടേക്കും പറഞ്ഞയക്കൂല, ഒരു പോറൽ പോലും ഏൽക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഓവറായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യണം. ഇങ്ങനെ വരുമ്പോഴെന്ന് പറഞ്ഞാൽ കുട്ടികളുടെ കഴിവുകൾ വികസിക്കാതെ മുരടിച്ച് പോവുകയാണ്. അതുപോലെ മറ്റൊരു കൂട്ടരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാ കുഞ്ഞുങ്ങളെ പോലെ തന്നെ അവരുടെ കാഴ്ചയുള്ള കുട്ടികളെ പോലെ തന്നെ കണക്കിലെടുത്തിട്ട് അവരെ വളർത്തുന്നുണ്ട്. അങ്ങനെയുള്ള കുട്ടികൾക്ക് ബ്ലൈൻഡ് സ്കൂളിൽ എത്തുമ്പോൾ ഡെയിലി ലിവിങ് സ്കില്ലൊന്നും യാതൊരു വ്യത്യാസം വരുന്നില്ല, നോർമൽ കുട്ടികളെ പോലെ തന്നെ ഇരിക്കും. ഈ കുട്ടികളെ നമ്മൾ ആദ്യം ബ്രെയിൽ ഒക്കെ പഠിപ്പിച്ച് അവരുടെ ബ്രെയിൽ എഴുത്ത് വായന പഠിപ്പിക്കുന്നു. പിന്നെ നമ്മൾ സാധാരണ 1ാം ക്ലാസ് മുതൽ കാഴ്ച ഉള്ള കുട്ടികൾ സ്കൂളിൽ എന്തൊക്കെയാണോ പഠിക്കുന്നത് അല്ലെങ്കിൽ മദ്രസയിൽ എന്തൊക്കെയാണോ പഠിക്കുന്നത് അതേ കാര്യങ്ങൾ സിലബസിലൊന്നും ഒരു മാറ്റവും ഇല്ലാതെ ബ്ലൈൻഡ് സ്കൂളിൽ കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരുന്നുണ്ട്. അങ്ങനെ കുട്ടികളെ ഒരു 7ാം ക്ലാസ് വരെ ബ്ലൈൻഡ് സ്കൂളിൽ തന്നെ നിർത്തി പഠിപ്പിക്കുക എന്നുള്ള സിസ്റ്റമാണ് ഇന്നിപ്പോൾ കേരളത്തിലുള്ളത്. അതിനുശേഷം ബാക്കിയുള്ള പഠനം ഹൈസ്കൂൾ തലം മുതൽ ബാക്കിയുള്ള എല്ലാ പഠനവും നോർമൽ കുട്ടികളുടെ കൂടെ ഇരുന്നിട്ടാണ് കാഴ്ചയില്ലാത്തവർ പഠിക്കുന്നത്. അപ്പോൾ ബ്ലൈൻഡ് സ്കൂളിൻ്റെ ഒരു പ്രധാന ഡ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഒരു ലെവലിലേക്ക് നോർമൽ കുട്ടികളായിട്ട് മിങ്കിൾ ചെയ്യാൻ സമൂഹത്തായിട്ട് ഇടപഴകാനുള്ള ഒരു ലെവലിലേക്ക് നമ്മളെ കുട്ടികളെ എത്തിക്കുക എന്നുള്ളതാണ്. പഠിച്ചിട്ട് വളരെ ഉന്നത ലെവലിലെത്തിയ ഒരുപാട് ധാരാളം അന്ധരായിട്ടുള്ള ആളുകളുണ്ട്. ഇപ്പോൾ DPIയിൽ തന്നെ ഡി ഡി ആയിട്ട് ജോലി ചെയ്യുന്നൊരു അന്ധനുണ്ട്. പല സാമൂഹ്യക്ഷേമ ഓഫീസുകളിലും വർക്ക് ചെയ്യുന്നവരുണ്ട്. ടീച്ചേഴ്സായിട്ടുള്ളവരുണ്ട്. അത് കോളേജിലും ഹൈസ്കൂളിലും LP സ്കൂളിലും UP സ്കൂളിലും അതുപോലെ തന്നെ എല്ലാ ഇതിലും ലെക്ചേഴ്സായിട്ടും പ്രൊഫസേഴ്സായിട്ടും ഒക്കെ ബ്ലൈൻഡ് എന്ന് ഉയർന്നിട്ടുണ്ട്. അതുപോലെ ഉയരാൻ എല്ലാ കുട്ടികൾക്കും കഴിയും. സ്ഥാപനത്തിലെ ഒരു അധ്യാപകൻ എന്ന നിലയ്ക്ക് എനിക്ക് ഈ കാര്യത്തിൽ നമ്മുടെ നാം മേൽ പറഞ്ഞ രീതിയിലുള്ള കഴിവുകളൊക്കെ നമ്മുടെ കുട്ടികൾക്ക് വികസിപ്പിക്കാൻ ഞങ്ങളുടെ ശ്രമം കൊണ്ട് സാധിച്ചിട്ടുണ്ട്. അതിൽ ഞങ്ങൾ വളരെയധികം ചാരിതാർത്ഥ്യമുള്ളവരാണ്, ശരിക്കും അഭിമാനം കൊള്ളുന്നുണ്ട്. ഇനി ഞങ്ങളുടെ ഈ സ്ഥാപനത്തിൽ ഞങ്ങളിനി കുട്ടികളെ ഈ മത്സര പരീക്ഷകൾക്ക് സജ്ജമാക്കാനുള്ളൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. അതിനു വേണ്ടിയുള്ള ശ്രമം നമ്മൾ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ കാഴ്ചയുള്ളവരൊക്കെ തന്നെ വളരെയധികം ശോഭിച്ചിരിക്കുന്നൊരു മേഖലയാണ് കമ്പ്യൂട്ടർ മേഖല. ഈ കമ്പ്യൂട്ടറിലും അന്ധന്മാർക്ക് അനേകം സാധ്യതകളുണ്ട്. അപ്പോൾ ആ സാധ്യതകൾ നമ്മുടെ കുട്ടികൾക്ക് എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നുള്ളതിനെക്കുറിച്ച് ഞങ്ങൾ ചിന്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കമ്പ്യൂട്ടർ
നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇനി കമ്പ്യൂട്ടർ സ്റ്റഡി കൂടി നമ്മുടെ സ്ഥാപനത്തിൽ നടത്താനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെ കമ്പ്യൂട്ടർ സാക്ഷരത നമ്മുടെ കുട്ടികൾക്ക് നൽകി അങ്ങനെ സ്ഥാപനത്തിൻ്റെ ഇറങ്ങുന്ന കുട്ടികളെ സമൂഹത്തിന് ആവശ്യമുള്ള ഈ നാടിനും വീടിനൊക്കെ ആവശ്യമുള്ള ഒരു ഉത്തമ പൗരന്മാരായിട്ട് ഇറക്കാനാണ് ഞങ്ങളുടെ തീരുമാനം. അതുപോലെ തന്നെ ഈ സ്ഥാപനവും മറ്റുള്ള സ്ഥാപനവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ, ഇപ്പോൾ ബ്ലൈൻഡ് സ്കൂൾ എന്ന് പറയുമ്പോൾ കേരളത്തിൽ പലതൊക്കെ കാണാൻ പറ്റും. പക്ഷേ ഞങ്ങളും അവരും തമ്മിലുള്ളൊരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മദ്രസ പഠനം കൂടി നമ്മളിവിടെ നൽകുന്നുണ്ട്. അത് കേരളത്തിൽ മറ്റൊരു ബ്ലൈൻഡ് സ്കൂളും നൽകുന്നില്ല. അതാണ് ഞങ്ങൾ മറ്റുള്ള ബ്ലൈൻഡ് സ്കൂളും തമ്മിലുള്ള ഏറ്റവും വലിയൊരു വ്യത്യാസം. കാരണം ഞങ്ങൾക്കൊന്നും ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ പഠിക്കാനോ അതിനുള്ളൊന്നും അവസരം കിട്ടിയിട്ടില്ല. അപ്പോൾ ഇനിയുള്ള കുട്ടികൾക്ക് അങ്ങനെ ഒരു അവസരം കിട്ടി അല്ലെങ്കിൽ കിട്ടുന്നു എന്നറിയുമ്പോൾ അതിൽ ഞങ്ങൾക്ക് വളരെയധികം ഒരു സന്തോഷമുണ്ട്. അതിലൊക്കെ നമ്മൾ പരിപൂർണമായിട്ടും അഭിമാനം കൊള്ളുകയാണ്. ഇരുളടഞ്ഞ കാഴ്ച ചലനങ്ങളെ തോൽപ്പിച്ചെങ്കിലും ഇവരുടെ ചിന്തകളിൽ ഉണർവുണ്ട്. മഅദിൻ അന്ധവിദ്യാലയം ഇവരുടെ ജീവിതത്തിൽ പ്രകാശത്തിന്റെ പുതിയ ജാലകങ്ങൾ തുറന്നിട്ടിരിക്കുന്നു. അതിലൂടെ അവർ തങ്ങളുടെ സ്വപ്നങ്ങൾ നെയ്തെടുക്കുന്നു, യാഥാർത്ഥ്യത്തിലേക്കുള്ള വഴിത്താരകൾ കണ്ടെത്തുന്നു. അളവറ്റ ജിജ്ഞാസയും അതിരില്ലാത്ത ആഗ്രഹവും മനുഷ്യ സഹജമാണ്. പരിമിതികളെ മറികടക്കാനുള്ള അന്വേഷണം പുതിയ കണ്ടുപിടുത്തങ്ങളിലേക്ക് നയിക്കുന്നു. നാളിതുവരെ നേടിയ അറിവും മനുഷ്യഭാവനയും ഒന്നിച്ചു ചേരുമ്പോൾ പുതിയ കണ്ടുപിടുത്തങ്ങൾ സംഭവിക്കുന്നു. ഈ പിഞ്ചു ബാല്യങ്ങൾക്ക് കൈത്താങ്ങാകാനും അവരുടെ പകലിരവുകളിൽ കളിച്ചിരികൾ നിറയ്ക്കാനും വേണ്ട എല്ലാ അടിസ്ഥാന സാഹചര്യങ്ങളും മഅദിൻ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. വിദ്യാഭ്യാസ ചിലവുകളെല്ലാം തീർത്തും സൗജന്യമായി വഹിക്കുന്ന മഅദിൻ ഈ കുട്ടികളിലെ കാഴ്ചയെ മറച്ച ഇരുളിനെ നീക്കാനുള്ള വിദഗ്ധ ചികിത്സയും നൽകി വരുന്നുണ്ട്. ഇതിന്റെ ഫലമായി ഏതാനും വിദ്യാർത്ഥികൾ പതുക്കെയാണെങ്കിലും കാഴ്ചശക്തി വീണ്ടെടുത്തിരിക്കുകയാണ്. ഇവിടെ വന്നപ്പോൾ പല കുട്ടികൾക്കും നടക്കാൻ വരെ അറിയില്ലായിരുന്നു, എങ്ങനെ ചോറ് കഴിക്കണം എന്നുള്ളത് അറിയില്ലായിരുന്നു, കുളിക്കാൻ അറിയില്ലായിരുന്നു. ഇവരൊക്കെ ആ കാര്യത്തിൽ മിടുക്കന്മാരായി തീർന്നിരിക്കുകയാണ്. ഇവിടെ വന്നപ്പോൾ നിരങ്ങി നടന്ന കുറേ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. അവർക്ക് നടക്കാൻ പോലും അറിയില്ലായിരുന്നു. അവരൊക്കെ തന്നെ ഇപ്പോൾ ഉഷാറായിട്ട് രണ്ട് കാലുമേൽ തന്നെ ശരിക്ക് നടക്കുന്നതായിട്ട്, യാതൊരു പേടിയും കൂടാതെ നടക്കുന്നതായിട്ട് കാണുമ്പോഴേ ഞങ്ങൾക്കൊക്കെ വളരെ സന്തോഷമാണ്, അഭിമാനമുണ്ട്. ഒരു കണ്ണിലെ വെളിച്ചം തിരിച്ചു വരുമ്പോൾ ഒപ്പം അനേകം ജീവിതങ്ങളാണ് വീണ്ടെടുക്കപ്പെടുന്നത്. ദൈന്യ ജീവിതങ്ങളുടെ വീണ്ടെടുപ്പിനുള്ള സംരംഭങ്ങളോട് സഹകരിക്കുവാനുള്ള സുമനസ്സുകളെയാണ് മഅദിൻ തേടുന്നത്. അന്ധർക്കുവേണ്ടി പ്രത്യേകം പഠന പരിശീലന രീതികൾ കണ്ടെത്തി അവ നടപ്പിലാക്കാൻ മഅദിൻ സ്പെഷ്യൽ സ്കൂളിന് സാധിച്ചിട്ടുണ്ട്. മതധാർമ്മിക പഠനത്തിന് പ്രത്യേക സിലബസ് പ്രകാരമുള്ള ബ്രൈലി പാഠപുസ്തകങ്ങൾ മഅദിൻ തയ്യാറാക്കി കഴിഞ്ഞു. ഈ രംഗത്ത് വളരെ അപൂർവമായതും കാലം ആവശ്യപ്പെടുന്നതുമായ ദൗത്യമാണ് സ്ഥാപനം നടപ്പിലാക്കിയത്.
ബ്ലൈൻഡ് സ്കൂളിലെ അന്തേവാസികളല്ലാത്ത അന്ധർക്കു വേണ്ടി പരിശീലന പരിപാടികളും മാർഗദർശക ക്യാമ്പുകളും മഅദിൻ സംഘടിപ്പിക്കുന്നു. കാഴ്ചശക്തിയില്ലാത്തവരുടെ വിവിധ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും ഉന്നതമായ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിനായി അവരുടെ കൂട്ടായ്മയുണ്ടാക്കാനും മഅദിൻ മുൻകൈയെടുത്തു. ഈ പദ്ധതിയുടെ ഭാഗമാകാൻ ഓരോ മാസവും 100 കണക്കിന് അന്ധർ മഅദിൻ ക്യാമ്പസിലെത്തുന്നു. ആംഗ്യങ്ങളും അടയാളങ്ങളും അക്ഷരങ്ങളാക്കുന്നവർ. കേൾവിയുടെ ലോകത്തെപ്പറ്റി ഇവർക്കറിയില്ല. ശബ്ദപ്രപഞ്ചം അന്യമായവരുടെ വേദനകളും യാതനകളും ഇവരിൽ നിന്നും നമുക്ക് വായിച്ചെടുക്കാം. ബദിര വിദ്യാർത്ഥികൾക്കായുള്ള പ്രത്യേക ക്യാമ്പസിൽ എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളുമുണ്ട്. ഭക്ഷണവും വസ്ത്രവും താമസവുമെല്ലാം ഇവർക്ക് സൗജന്യമായി ഒരുക്കിയിരിക്കുന്നു. ബദിരതയെ തോൽപ്പിക്കാനുള്ള പ്രത്യേക പരിശീലനം വിദ്യാർത്ഥികൾക്ക് നൽകുന്നുണ്ട്. ആംഗ്യങ്ങൾക്കും താളങ്ങൾക്കുമപ്പുറം ശബ്ദവീജികളുടെയും വാക്കുകളുടെയും യാഥാർത്ഥ്യത്തിലേക്ക് ഈ പിഞ്ചു കുഞ്ഞുങ്ങൾ ആനയിക്കപ്പെടുകയാണ്. ഈ ജീവിതങ്ങൾക്ക് കരുത്തും കാമ്പുമായി നിൽക്കുന്നത് മഅദിൻ നൽകുന്ന കാരുണ്യത്തിന്റെ കൈനീട്ടമാണ്. വൈകല്യങ്ങളെ തോൽപ്പിക്കാൻ പോന്ന ഓജസ്സുണ്ട് ഈ ബാല്യങ്ങളിൽ. അവയെ കണ്ടെത്തുകയും പരിപോഷിപ്പിക്കുകയുമാണ് മഅദിൻ ചെയ്യുന്നത്. മനസ്സിനെ തളർത്തിയില്ലെങ്കിൽ ശാരീരിക വൈകല്യത്തെയും കരുത്താക്കിയെടുക്കാം. എന്നാൽ മാനസിക വൈകല്യം ബാധിച്ചവരുടെ ജീവിതങ്ങൾക്ക് പകരം വയ്ക്കാൻ എന്താണുള്ളത്? ചുറ്റുമുള്ളവരുടെ അനുഭാവപൂർണമായ പരിചരണവും പരിഗണനയും മാത്രമേ ഇവരെ മനുഷ്യരായി നിലനിർത്തൂ. ബുദ്ധിമാന്ദ്യമുള്ളവരുടെ കഷ്ടപ്പാടുകളും യാതനകളും മനസ്സിലാക്കിക്കൊണ്ടാണ് ഇവർക്കു വേണ്ടിയുള്ള പ്രത്യേക പരിചരണ കേന്ദ്രം മഅദിൻ ആരംഭിച്ചത്. മാനസിക വൈകല്യം ബാധിച്ചവരുടെ യാതനകളും വേദനകളും കാണാനും അവരെ പുത്തൻ ജീവിത വഴിയിലേക്ക് ആനയിക്കാനും സ്ഥാപനത്തിന് പദ്ധതികളുണ്ട്. ജീവിതധർമ്മവും ശാരീരിക ഗുണങ്ങളും ഇവിടെ അപ്രസക്തമാവുന്നു. ബോധത്തിനപ്പുറമുള്ള ലോകമാണ് ഇവരുടേത്. ഇവിടെ മനുഷ്യപ്പറ്റിനും കരുണയ്ക്കും മാത്രമാണ് പ്രസക്തി. ബുദ്ധിമാന്ദ്യ പരിചരണ കേന്ദ്രത്തിലെത്തുന്ന 100 കണക്കിന് അപേക്ഷകരെയെല്ലാം ഉൾക്കൊള്ളാനാവുന്നില്ല.
പരിമിതമായ സൗകര്യങ്ങൾക്കുള്ളിലും ഇവർക്കു വേണ്ട എല്ലാ സംവിധാനങ്ങളും ഇവിടെ ഒരുക്കിയിരിക്കുന്നു. സാമ്പ്രദായിക വിദ്യാഭ്യാസ രീതിയിൽ നിന്നും വ്യത്യസ്തമായ സ്വഭാവശീലനവും ശിക്ഷണവുമാണിവിടെ പ്രധാനം. തുടർച്ചയായ നിരീക്ഷണങ്ങളിലൂടെ മാത്രമേ വൈകല്യത്തിന്റെ ചാപല്യങ്ങൾ മാറ്റിയെടുക്കാനാവുകയുള്ളൂ. ഭക്ഷണവും വസ്ത്രവും താമസ സൗകര്യവുമെല്ലാം മഅദിൻ ഇവർക്കായി ഒരുക്കിയിരിക്കുന്നു. കൈത്തൊഴിലുകൾ പരിശീലിപ്പിച്ചും നിരീക്ഷണ പാടവം വർദ്ധിപ്പിച്ചും ഈ ദൈന്യ ജീവിതങ്ങളെ മഅദിൻ കൈപിടിച്ചുയർത്തുന്നു. സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തുകയല്ല, ജീവിത യാഥാർത്ഥ്യങ്ങളിലേക്ക് അടുപ്പിച്ചു നിർത്തുകയാണിവിടെ. സ്നേഹപൂർണമായ പരിചരണവും പരിശീലനവും ഈ കുട്ടികളിൽ ഊർജവും ഉത്സാഹവും നിറയ്ക്കുന്നു. അവരുടെ ജീവിതങ്ങളിൽ കളിച്ചിരിയും കിനാക്കളും നിറയുന്നു. മനുഷ്യത്വവും മനുഷ്യപ്പറ്റും ചേർത്ത് നിർത്തിക്കൊണ്ട് മഅദിൻ ഒരുപാട് ജീവിതങ്ങളെയാണ് കണ്ണീർ കയത്തിൽ നിന്നും കരകയറ്റുന്നത്. ഇത്തരത്തിലുള്ള ഒരു പിഞ്ചുകുട്ടിക്കെങ്കിലും കൈത്താങ്ങാകാൻ ഭാഗ്യം സിദ്ധിച്ചവർ ധന്യരായി. കരുണയും ധർമ്മവും അടിത്തറയാക്കി വളരുന്ന മഅദിൻ പ്രസ്ഥാനത്തിന് പിന്തുണയേകാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്. കാലഘട്ടങ്ങളെ പ്രകാശമാനമാക്കിയ വ്യക്തികളും പ്രസ്ഥാനങ്ങളും അവയ്ക്കൊപ്പം നടന്ന വിശ്വാസി കൂട്ടായ്മകളുമാണ് ചരിത്രഗതിയെ തന്നെ മാറ്റിമറിച്ചത്. മഅദിൻ നേതൃത്വം നൽകുന്ന അത്തരമൊരു മുന്നേറ്റത്തിന്റെ ഭാഗമാകാതിരിക്കാൻ സുമനസ്സുള്ളവർക്ക് കഴിയുകയില്ല. വിശദ വിവരങ്ങൾക്കും അന്വേഷണങ്ങൾക്കും ബന്ധപ്പെടുക. മഅദിൻ സഖാഫത്തിൽ ഇസ്ലാമിയ, സ്വലാത്ത് നഗർ, മലപ്പുറം. استحلت المرعى فلا تسيء